കഴിഞ്ഞ ദിവസം ഒരു 6 മണിക്ക് ശേഷം ഒരു 6:20 ആയിട്ടുണ്ടാകും. ആ സമയത്താണ് 2 പോലീസുകാർ ഇവിടെ വരുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ എന്താണ് രാത്രി 12 മണിക്ക് ശേഷമുള്ളൊരു ചെക്കിങ്ങിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവരോട് ഞാൻ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഏതെങ്കിലും ഹാബിച്വൽ ഒഫൻഡറൊന്നുമല്ല ഞാൻ. എൻ്റെ കേസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ കുറിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ രാത്രി 12 മണി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 6:20 ആയിട്ടുള്ളൂ, ഈ സമയത്ത് ചെക്ക് ചെയ്യാം എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നതല്ല, ഇത് മലപ്പുറത്ത് നിന്ന് വരുന്നൊരു ടീമാണ്. അവരിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ 2 പേരിൽ ഒരാൾ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ് ഈ വേങ്ങരയിൽ നിന്ന് വന്ന ആളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സാധാരണമായ ചെക്കിംഗ് ആണെന്നുള്ളതാണ്. ഞാൻ സുപ്രീം കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചതിന് ശേഷം 2023 ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ഏകദേശം 2 വർഷം പിന്നിട്ടു. ഈ 2 വർഷം പിന്നിട്ടിട്ട് 2 തവണയായിട്ടാണ് വേങ്ങര പോലീസിൽ നിന്ന് ഒരു സാധാരണ കോൺസ്റ്റബിൾ വന്നിട്ട് ഒരു വെരിഫിക്കേഷൻ പോലെ, അതായത് ഞാനിവിടെ ഉണ്ട്, ആളിവിടെ നാട്ടിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ സമയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി നൽകിയൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നുള്ളൊരു കണ്ടീഷനാണ്. അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ വർഷത്തിൻ്റെ ഒരു അവസാനത്തിലെ എൻഡിൽ ഒരു കണക്കെടുപ്പ് പോലെ അങ്ങനെ വന്നിരുന്നു എന്നല്ലാതെ വേറെ ഒരു ഇതുണ്ടായില്ല. അതിന് ഇത്ര വലിയൊരു ഒരു പോലീസ് വണ്ടിയിൽ 2-3 പോലീസുകാർ വരികയും വീട്ടിൽ വന്നിട്ട് കല്യാണത്തിന് ക്ഷണിക്കുന്ന പോലെ 12:00 ശേഷം ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ അതിൽ. അത് സാധാരണമല്ല, അതൊരു അസാധാരണമായ സംഭവമാണ്. പ്രത്യേകിച്ച് അസാധാരണമായൊരു സമയമാണ്. 12 മണിക്ക് ശേഷം ഒരു വീട്ടിലേക്ക് കടന്നു വരിക, ചെക്കിങ്ങിന് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം. ഈ സുപ്രീം കോടതി ഗൈഡ്ലൈൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ, സ്ഥിരമായിട്ടൊരു ഒഫൻഡ് ചെയ്യുന്ന ഒരു വല്ല കാപ്പ ചുമത്തിയ ഏതെങ്കിലുമൊക്കെ പ്രതിയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അതുപോലും ഈ 12 മണിക്ക് ശേഷം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുപോലും ഒരു മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് 12 മണിൻ്റെ ശേഷം വന്നുകൊണ്ട് ചെക്കിങ്ങിന് വരിക എന്ന് പറയുന്നത്. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 10-20 മണിക്കൂർ വീണ്ടും ബാക്കിയുണ്ടല്ലോ. ഈ 12 മണിക്ക് ശേഷം തന്നെ ഒരു വീട്ടിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്?